ഹായ് ഗൈസ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു പച്ചക്കറി ചോറും കൂടെ ഒരു ജാതിക്ക ചമ്മന്തിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് അറിയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 1.25 ഗ്ലാസ് ഉണക്കലരിയാണ് എടുത്തേക്കുന്നത്. 2-3 വട്ടം നന്നായി കഴുകിയെടുത്തതാണിത്. എൻ്റെ അളവ് ഗ്ലാസ് ആട്ടത് ഇത്. ഈ അളവ് ഗ്ലാസ്സിനാണ് ഞാൻ 1.25 ഗ്ലാസ് അരി എടുത്തേക്കുന്നത്. ഇനി കുറച്ച് പച്ചക്കറികൾ വേണം. 100 ഗ്രാം ബീൻസ് ഇതുപോലെ ചെറുതായി എരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വലിയ ക്യാരറ്റ് ചെറുതായി എരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ക്യാബേജ് ഒരു 100 ഗ്രാമോളം ഉണ്ടാവും, അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ അരിയും പച്ചക്കറികളൊക്കെ കൂടി ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ അരി അളന്നെടുത്ത ഗ്ലാസ്സാണല്ലോ ഇത്. അപ്പോൾ നമ്മൾ ഏത് ഗ്ലാസ്സിനാണോ അരി അളന്നെടുക്കുന്നത് അതേ ഗ്ലാസ്സിന് തന്നെ നമ്മൾ വേവിക്കാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ഗ്ലാസ് അരിയുണ്ട്, കുറച്ച് പച്ചക്കറികളുണ്ടല്ലോ, അപ്പോൾ അത് വേവാൻ ആവശ്യത്തിനായിട്ട് 2 ഗ്ലാസ് വെള്ളം വേറെ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ മൊത്തം 5 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക്. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായി ഇളക്കി മിക്സാക്കി കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 5 വിസിൽ വരുന്ന വരെ നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. എൻ്റെ കുക്കറിന് 5 വിസിൽ മതി കേട്ടോ. നിങ്ങളുടെ കുക്കറിൻ്റെ ഒക്കെ വേവിനനുസരിച്ച് നിങ്ങൾ വേവിച്ച് എടുക്കുക. ഇപ്പോൾ നമ്മുടെ അരിയൊക്കെ വെന്ത് എയറൊക്കെ പോയി ഞാൻ തുറക്കുകയാണ്. നമ്മുടെ ചോറ് എന്തായെന്ന് നോക്കാം. നന്നായി വെന്ത് പാകമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ അരിയിൽ ഒഴിച്ച വെള്ളം കറക്റ്റായിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ ചോറ് വെച്ചിട്ട് കഞ്ഞിവെള്ളം ഊറ്റി കളയണ പോലെ ഒരിക്കലും ഇതിൻ്റെ വെള്ളം ഊറ്റി കളയരുത് കേട്ടോ. പച്ചക്കറിയാണ്, പിന്നെ പച്ചക്കറികൾ ഇട്ടിട്ടുണ്ട്, ഉണക്കലരിയാണ്. അപ്പോൾ ഇത് വറ്റിച്ചെടുക്കണം. ഇതിൻ്റെ വെള്ളം ഒരിക്കലും ഊറ്റി കളയരുത്, അതിൻ്റെ ഗുണം പോകും കേട്ടോ. അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ ഇനി ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ചമ്മന്തി നമുക്ക് ഉണ്ടാക്കാനുണ്ട്, ജാതിക്ക ചമ്മന്തി. അപ്പോൾ ഞാനിവിടെ 2 ജാതിക്കയാണ് എടുത്തേക്കുന്നത്. അതിൽ ഒരെണ്ണം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചതാട്ടോ. ഇത് നല്ല മൂത്ത് പഴുത്ത ജാതിക്ക തൊണ്ടാണ്. ഞാൻ തൊട്ടടുത്ത വീട്ടിലുണ്ടായിരുന്നു, ചോദിച്ചപ്പോൾ എനിക്ക് തന്നതാണ്. പക്ഷെ ഒരെണ്ണം നല്ല മൂത്തതും ഒരെണ്ണം തീരെ മൂക്കാത്തതുമായിരുന്നു കേട്ടോ. അപ്പോൾ മൂക്കാത്തതിൻ്റെ കുരു ഞാൻ പകുതി കഴിച്ചു. അത് വയറുവേദനയ്ക്കൊക്കെ നല്ലതാണ്, വയറിന് നല്ലതാട്ടോ. അതിൻ്റെ കുരു കണ്ടോ, മൂക്കാത്ത കുരു വയറിന് നല്ലതാണത്. അപ്പോൾ ഇതുപോലെ മൂത്ത് പഴുത്ത ജാതിക്കയുടെ തൊണ്ട് കിട്ടുകയാണെങ്കിൽ അതാട്ടോ ഏറ്റവും നല്ലത് ടേസ്റ്റ് ചമ്മന്തിക്ക്. ജാതിക്ക കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും ചെറുപ്പകാലം ഓർത്തിട്ടുണ്ടാവില്ലേ, എന്തോരം ചെറുപ്പത്തിൽ തിന്ന് നടന്നിട്ടുള്ളതാണ്, ഉപ്പും മുളകും കൂട്ടിയും എല്ലാതെയും അല്ലേ. അപ്പോൾ വളരെ ടേസ്റ്റുള്ള ചമ്മന്തിയാണിത്. അപ്പോൾ ഞാനിത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പുറത്തെ തൊലിയൊന്നും ചെത്തി കളഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മുഴുവനോട് ഞാനിങ്ങനെ അരിഞ്ഞെടുത്തു. ഇനി അരമുറി നാളികേരം, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 15 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളക്കാന്താരി വീട്ടിലുണ്ടായതാണ്, അതിന് അധികം എരിവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ 3 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കാണ്ട് വേണം കേട്ടോ നമ്മളത് അരച്ചെടുക്കാനായിട്ട്. ഇതുപോലെ ക്രഷ് ചെയ്ത് അരച്ചെടുക്കുക. ഞാൻ ചമ്മന്തി എങ്ങനെ ഉണ്ടെന്ന് അറിയാനൊന്ന് കഴിച്ച് നോക്കിയിട്ട് അടിപൊളി ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക്. അപ്പോൾ അത് വേറെ കറികളൊന്നും ഇല്ലെങ്കിലും നമുക്ക് സാധാരണ ചോറിൻ്റെ ഒപ്പം കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ചമ്മന്തി. അപ്പോൾ ഞാൻ ചോറ് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ പാത്രത്തിലേക്ക് ചമ്മന്തി ആക്കിയ ശേഷം അലങ്കരിച്ച് എടുക്കാം കേട്ടോ. അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഗാർണിഷൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ പച്ചക്കറി ചോറ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഇനിയും വരാം കേട്ടോ. അതുവരേക്കും ബായ്.